സമയം എന്താ 7:09 ആവുന്നു. ഈ മൺഡേ മോർണിംഗിൽ പ്രതീക്ഷയാണ് കണ്ണൂർ സൂപ്പർ ഫാസ്റ്റിൽ. ഏപ്രിൽ 13 നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വിഷു. കണിക്കൊന്ന പൂക്കൾക്ക് മറ്റന്നാളത്തെ കണിവെക്കലിന് വേണ്ടി മൊത്തത്തിൽ സെറ്റാക്കാനുള്ള ഓട്ടത്തിൽ പോകുമ്പോൾ കണിക്കൊന്ന പൂക്കളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു സോപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണൂർ ഏരിയയിൽ സെറ്റ് ആവുന്നു എന്നുള്ള അപ്ഡേറ്റ് കേൾക്കുന്നുണ്ടായിരുന്നു. കണിക്കൊന്നെ സോപ്പാക്കി മാറ്റുന്ന ആ ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മളിനി പോണതായിരുന്നു. അതായത് കണിക്കൊന്ന പൂക്കൾ യൂസ് ചെയ്തുകൊണ്ടുള്ള സോപ്പ് അവൈലബിൾ ആണ്. ചില ആൾക്കാർ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് അറിയുമ്പം കൊള്ളാലോ പരിപാടി, ഇതെന്താണ് കൗതുകം ഓണായി എന്റെ മനസ്സിലെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് അതിന്റെ പിറകിൽ ഒരാൾ ജോയിൻ ചെയ്യാണ് റൈറ്റ് നൗ കണ്ണൂർ സൂപ്പർ ഫാസ്റ്റിലേക്ക്. എന്റെ പേര് ശ്യാമിലി എന്നാണ്. ഇരിട്ടിക്കടുത്ത് പുന്നാട് എന്ന് പറഞ്ഞ സ്ഥലം. ആ ഭാഗത്ത് എങ്ങനെയാണ് നിറയെ കണിക്കൊന്ന പൂക്കൾ ഉണ്ടോ ഈ സീസണില്? ഈ പ്രാവശ്യം അത്യാവശ്യം എല്ലായിടത്തും തന്നെ പൂക്കളുണ്ട്. വീട്ടിലോ? വീട്ടില് പൂവില്ല. കണി വെക്കാൻ നമ്മള് തൊട്ട് സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഈ പറയുന്ന പോലെ പൂവുണ്ടോ പൂ കിട്ടോ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ കണിക്കൊന്ന പൂക്കൾ വെച്ചിട്ട് സോപ്പല്ലാന്നല്ലേ ഉണ്ടാക്കുന്നത്? അതെ, സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാത്തൊരു സോപ്പാണ് കണിക്കൊന്ന. ഒരു പരിശീലന പരിപാടി കൊടുക്കുകയുണ്ടായി കുടുംബശ്രീ മെമ്പർമാർക്കെല്ലാം. അതായത് കണിക്കൊന്ന എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ എന്താ പറയണ്ട, ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ, ചർമ്മ രോഗങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ അത് അത്ര വലിയ സോപ്പായിട്ടൊന്നും ആരും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ചർമ്മ രോഗങ്ങളെ തടയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കണിക്കൊന്നയുടെ പൂക്കളും ഇലകളും ഉപയോഗിക്കാം. കണിക്കൊന്ന പൂക്കളാണ് ഈ ഒരു കണിക്കൊന്ന സോപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എങ്ങനെ പ്രോസസ് മേക്കിങ്ങിന്റെ? സാധാരണഗതിയിൽ സോപ്പ് ഉപയോഗിക്കുമ്പം എന്താണോ നമുക്കൊരു മരുന്നായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയന്റ് എന്താണോ അത് നമ്മൾ എക്സ്ട്രാ ചേർക്കുക ചെയ്യാം. നമ്മളിവിടെ കണിക്കൊന്നയുടെ ജ്യൂസാണ് നമ്മൾ ചേർക്കുന്നത്. അതിന്റെ സത്ത് നമ്മൾ ഇതിന്റെ അകത്ത് ചേർക്കുന്നു. അതേ ഉള്ളൂ ഒരു വ്യത്യാസം. അപ്പൊ നമുക്ക് സാധാരണ സോപ്പ് ഉപയോഗിക്കുന്നതിലും ഈ ഒരു സോപ്പ് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിന് നല്ലൊരു സുഖം കിട്ടും. സ്മെല്ല് എക്സ്ട്രാ ചേർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പൂവിന്റെ തന്നെ സ്മെല്ല് വരുമോ അതിലേക്ക്? നമ്മൾ എക്സ്ട്രാ ഒരു ലൈറ്റ് സ്മെല്ല് നമ്മൾ പുറമേ ചേർക്കുന്നുണ്ട്. കാരണം കണിക്കൊന്ന പൂവിനൊരു പറയത്തക്ക നല്ല സുഗന്ധം ഇല്ല. എല്ലാവർക്കും ഒരു സോപ്പ് എന്ന് പറയുമ്പോൾ ഒരു മണം വേണ്ടതുകൊണ്ട് നമ്മൾ പുറമേ ഒരു സ്മെല്ല് ചേർക്കും. അടിപൊളി ഒരു തോട്ടാണല്ലേ ആൾക്കാരോട് പോകുന്ന ഡിഫറെന്റ് ആയിട്ട്. അതായത് നമ്മളൊക്കെ കണിവെക്കാൻ പൂക്കൾ തേടി പോകുമ്പോൾ സോപ്പാണ് ഇങ്ങനെയുള്ള പൂക്കൾ കളക്ട് ചെയ്തുകൊണ്ട് ആളുണ്ടാക്കുന്നത്. ആ ഒരു ഡീറ്റെയിൽഡ് സ്റ്റോറിയിലേക്കാണ് റൈറ്റ് നൗ നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ആ സോപ്പിന്റെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശരീരത്തെ നല്ല കൂളാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ ഒരുപാട് ആന്റി ബാക്ടീരിയൽ അതുപോലെ ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ നമ്മളെ ഈ അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കുകയും മുഖത്ത് ഈ നല്ലൊരു ഗ്ലോ തരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. വാവ്, അടിപൊളി. അപ്പൊ ഒരു വിഷു കൈനീട്ടം, വിഷു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലേ കണിക്കൊന്ന സോപ്പ്? അതെ അതെ അതെ. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു കൗതുകം. ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഇതിനെപ്പറ്റി? അറിഞ്ഞപ്പോ തന്നെ കോള് വന്നു. നാളെ എനിക്ക് കൊണ്ടുതരുവോ, കണിക്കൊന്ന സോപ്പ് കൊണ്ടുതരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. കുടുംബശ്രീ തലത്തിലുള്ള വിഷു ചന്തകളാണ് ഫസ്റ്റ് ടൈം ഇത് പുറത്ത് വന്നത്. നല്ല പ്രതികരണം. ഈ പൂക്കൾ നിങ്ങൾ എങ്ങനെ കളക്ട് ചെയ്യുന്നത്? അപ്പൊ ഒരു സോപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് പൂക്കൾ വേണ്ടി വരുമോ? ചെറിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ അയൽവക്കത്ത് നമ്മളെ ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ ഉള്ള ഒരുപാട് പൂക്കളുള്ള അവരുണ്ടാവും. അപ്പൊ അവരുടെ നിന്നൊക്കെ കുറേശ്ശെ ആയിട്ട് പൂക്കൾ കളക്ട് ചെയ്തേ. കാരണം വിഷു കഴിഞ്ഞാലേ നമുക്ക് നല്ല